ഇതിന്റെ അകത്ത് സത്യം പറഞ്ഞ ഈ ഗ്രാമർ ടോപ്പിക് ഇപ്പം നമ്മൾ ഈ ഇപ്പം A1 തൊട്ട് A2 വരെ അല്ലെ B2 വരെ പഠിക്കുമ്പോഴത്തേനും നമുക്ക് ഗ്രാമർ സെക്ഷൻസ് ഉണ്ടല്ലോ. ഈ ഗ്രാമർ സെക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൽക്കിന് പ്രത്യേകതകൾ വല്ലതും ഉണ്ടോ? ഇപ്പം നമുക്കിപ്പോൾ ഉണ്ടല്ലോ A1 നമ്മൾ ഇത്ര തൊട്ട് ഇത്ര വരെ പഠിച്ചു. ഇപ്പം എന്താണ് ABCD തൊട്ട് അഡോസോ അല്ലെങ്കിൽ DDD കണക്ടർ എന്ന് പറയുന്നൊരു കണക്ടർ വരെ നമ്മൾ എൻഡ് ചെയ്തു. ഇപ്പം അത് അത്രയും പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു A1 സ്റ്റുഡന്റിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഗോയിത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഡിഫിക്കൽട്ട് ഉണ്ട്. ഒരു കണക്ടർ എന്താണ്, അവിടെ പൊസിഷൻ, അത് ഇത് എല്ലാം കൂടെ വരുന്നതിനും ഒരുമാതിരി. ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ടെൽക്ക് പഠിക്കുമ്പം എന്താണ് പ്രൂഫിംഗ് ട്രെയിനിങ് അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷൻ മാത്രമല്ല ഡിഫറൻസ് ചോദിക്കാൻ വന്നത്. ഇപ്പം ടെൽക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിന്റെ അകത്ത് കുറച്ച് ഇളവുണ്ടോ? മീൻസ് എന്താ പറയുന്നത്, ഇപ്പൊ DDD വരെ അല്ലെങ്കിൽ ഇത്രയും ഉള്ളിടത്ത് കുറവുണ്ടോ? ലാംഗ്വേജ് എല്ലാം സെയിം തന്നെ. എന്റെ ഒരു അഭിപ്രായത്തിൽ B2 വരെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുക, പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ തീരുമാനിക്കുക നമ്മൾ ഇപ്പം എപ്പോഴും സ്ക്രൈബിനോ അല്ലെങ്കിൽ ഒരു തേമയ്ക്ക് ഒരു മൊഡ്യൂളിന് ഡിഫിക്കൽട്ട് തോന്നുന്ന ഒരു സ്റ്റുഡൻസിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ടെൽക്ക് എഴുതുന്നതായിരിക്കും. പക്ഷെ 4 മൊഡ്യൂൾ ഒരേപോലെ കാണുന്ന ഒരു സ്റ്റുഡൻസിന് ഏറ്റവും നല്ലത് ഗോയിറ്റ് എഴുതുന്നതായിരിക്കും. പക്ഷെ ടെൽക്കിന്റെ എക്സാമിന് അധികം ഗ്രാമാറ്റിക്സ് യൂസ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. അത് സത്യം പറഞ്ഞാൽ ഗോയിത്തയുടെ എക്സാമിനാണെങ്കിലും ഈ വാരി വലിച്ച് ഗ്രാമാറ്റിക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻലി കോൺഫിഡൻസ്. നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് എക്സാം ആണെങ്കിലും സുഖമായിട്ട് പാസ്സാകാൻ പറ്റും. അവർ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻറ്റഡ് ആണോ. കാരണം കൂടുതൽ ശ്രദ്ധിച്ചുള്ളതെന്ന് വെച്ചാൽ അവരവിടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും നോക്കുന്നില്ല. നമ്മൾ ഫിയർ ആവുന്നുണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യം. സത്യം പറഞ്ഞാൽ ഈ സ്പോക്കൺ ലാംഗ്വേജ്, ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മളെല്ലാ ഗ്രാമാറ്റിക്കും കറക്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ല, അതുപോലെ തന്നെ സ്പോക്കൺ ജർമ്മനിലും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാമാറ്റിക് അതുപോലെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന കണ്ടന്റ് അവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രം അവർ നോക്കുന്നത്. അത് മേ ബി എല്ലാവരും കൊണ്ടേ പറയുന്നത് മെയിൻ ആയിട്ടുള്ള റീസൺ അതിന് കോൺഫിഡൻസ് ഇല്ലായ്മ. അവിടെ ചെന്നിരിക്കുമ്പോൾ ഉള്ള എന്തോ ഒരു സഫോക്കേഷൻ, ഭയങ്കര ടെൻഷൻ, ഇതിലൊക്കെയാണ് മെയിൻലി അവർ കൊണ്ട് നശിപ്പിക്കുന്നത്.